ഓക്കെ, സി ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമുക്കറിയാം, ഫുൾ വാല്യൂ കൺസിഡറേഷന് നമുക്ക് രണ്ട് ടൈപ്പിൽ ലെസ് ചെയ്യാൻ പറ്റും. ഒന്ന് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണ്, മറ്റത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, ലോങ് ടേം ആണെങ്കിൽ ഇത് രണ്ടും ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സേഷൻ ലോങ് ടേം ആണെങ്കിലും ഇൻഡെക്സേഷൻ ചെയ്യേണ്ടാത്തത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഗുഡ് വില് പോലെയുള്ള അസറ്റ് ആണെങ്കിൽ, ഗുഡ് വില്, ട്രേഡ് മാർക്ക്, പിന്നെ റൈറ്റ്, എന്തെങ്കിലും റൈറ്റ്, ബ്രാൻഡ് നെയിം, ഇതുപോലെയുള്ള സാധനങ്ങളാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നില്ലായിരിക്കും. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എടുക്കാൻ പാടില്ല. ഓക്കെ, ഇതുപോലത്തെ അസറ്റ് ആണെങ്കിൽ. ഇനി വേറെ ഏതെങ്കിലും അസറ്റ് ബിഫോർ 1/4/2001 ഇംപ്രൂവ്മെൻറ്റ് നടത്തിയതെങ്കിൽ, റിനുവേഷനോ ഇംപ്രൂവ്മെൻറ്റാ നടത്തിയതെങ്കിൽ അതും എടുക്കാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈ ഡേറ്റിന് മുന്നത്തെ ഡേറ്റിനുള്ളയാ തന്നതെങ്കിൽ എടുക്കാൻ പാടില്ല. ഇനി ആഫ്റ്റർ 1/4/2001 ആണെങ്കിൽ നിങ്ങൾ എടുക്കുക, സാധാരണ രീതിയിൽ എടുക്കുക. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൽ നിന്ന് ലെസ് ചെയ്യുക. ഇനി ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റൊക്കെ വരുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യുക. സോ ഇതാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇനി നമ്മളൊരു ക്യാപിറ്റൽ അസറ്റിന് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചോ, അതിൻ്റെ സെയിം പൊസിഷനിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, അങ്ങനെയുള്ള കേസിൽ അതും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ഫൈൻ. ഈ പോയിന്റ്സ് ഓർമ്മിക്കാം. ഇത് അധിക ക്വസ്റ്റ്യനിലും ഉണ്ടാവും. ബിഫോർ ഈ ഡേറ്റിനുള്ള എന്തെങ്കിലും ഒരു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് തരും, ബട്ട് നിങ്ങളത് എടുക്കാൻ പാടില്ല. ഓക്കെ, നൗ കമ്മിങ് ടു സെല്ലിംഗ് എക്സ്പെൻസസ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ എക്സ്പെൻസ് മൈനസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ നെറ്റ് കൺസിഡറേഷൻ എന്ന് വിളിക്കുക, അല്ലേ? അതിൽ നിന്നാണ് നമ്മൾ COAയും COIയും ലെസ് ചെയ്യുക. അപ്പോൾ ഈ സെല്ലിംഗ് എക്സ്പെൻസിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, ബട്ട് അവിടെ ഒരു പോയിന്റ് ഞാൻ അവിടെ ആഡ് ചെയ്യാൻ പറ്റൂ, അതും കൂടെ അവിടെ ആഡ് ചെയ്യണം. Selling expense include brokerage, commission, stamp, registration fee regarding the time of sale. സെയിലിൻ്റെ സമയത്ത് വരുന്ന ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ. ബട്ട് സെക്യൂരിറ്റി ഇപ്പോൾ ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ആ സമയത്ത് നമ്മൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുക്കണം. ബട്ട് ആ സാധനം എക്സ്പെൻസ് ആയിട്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യാൻ പാടില്ല. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസിൽ കമ്മീഷൻ, രജിസ്ട്രേഷൻ ഫീ ബോണ്ട് ബൈ ദി SSC, advertisement expense, etc. can be deducted from the full value of consideration to ascertain the capital gain. However, such expenditure exclusively incurred, അതായത് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്, ആ ട്രാൻസ്ഫർ ചെയ്ത ക്യാപിറ്റൽ അസറ്റിനടുത്ത് റിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് ഓൺ ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് നോട്ട് ആൻ എക്സ്പെൻസ്. ഓക്കെ, സോ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ STT പേ ചെയ്യണം. ബട്ട് ആ STT നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട്, അതായത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, മൈനസ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർമ്മിക്കാം. ഇനി നമ്മൾ ഇലുസ്ട്രേഷൻ നമ്പർ 4 നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത്, ഇലുസ്ട്രേഷൻ നമ്പർ 4 സെക്ഷൻ നമ്പർ 112A അപ്ലിക്കബിൾ ആണ്. നൗ നമ്മൾ ഇലുസ്ട്രേഷൻ നമ്പർ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇലുസ്ട്രേഷൻ നമ്പർ 5 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ റാണി ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണ്. അവർ വിറ്റിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അയാളുടെ BMW കാർ വിറ്റിട്ടുണ്ട്. പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത BMW കാർ 50,000. ദ കാർ വാസ് പർച്ചേസ്ഡ് 1 year back for ₹40 lakh. ഇവിടെ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് BMW കാറിൻ്റെ ട്രാൻസ്ഫർ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്റ്റ് ചെയ്യോ ഇല്ലയോ നോക്കണം. സോ BMW കാറ്, പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത BMW കാറ് ക്യാപിറ്റൽ അസറ്റ് ആണോ നോക്കണം, പിന്നെ അതിൻ്റെ ട്രാൻസ്ഫർ ആണോ നോക്കണം. സോ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, എക്സെപ്റ്റ് പേഴ്സണൽ മൂവബിൾ ഇഫക്റ്റ്. പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ച മൂവബിൾ തിങ്സ് ഇതിൽ വരാൻ പാടില്ല. ബട്ട് അതിൽ മീൻസ് അതിൽ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ മൂവബിൾ അസറ്റിൽ വരുന്ന സാധനമാണ് ഫർണിച്ചർ, കാറല്ല. അതെന്തിന് യൂസ് ചെയ്തത്? ആ പേഴ്സണൽ, സോ ഇറ്റ് ഈസ് മൂവബിൾ. സോ ഈ കാറ് എന്തിൽ വരൂല? ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനേഷനിൽ വരൂല. സോ ഇത് എന്തല്ല? നോട്ട് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. റീസൺ പറഞ്ഞു. അടുത്തത് ബെൻസ് കാർ യൂസ് ഫോർ പ്രൊഫഷണൽ പർപ്പസ് ആണ്. സോ ഹിയർ അഗെയിൻ കാർ ആണ്, ബട്ട് കാർ യൂസ് ചെയ്ത് പേഴ്സണൽ ആണോ? അല്ല, പ്രൊഫഷണൽ ആണ്. സോ ഇത് ക്യാപിറ്റൽ ഗെയിൻ അട്രാക്റ്റ് ചെയ്യും. സോ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്റ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ക്യാപിറ്റൽ അസറ്റാന്ന് മനസ്സിലാക്കി,
ട്രാൻസ്ഫറും ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മളത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നോക്കണം. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ നോക്കാൻ ഇവിടെ കാറാണ്, ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്ത കാറാണ്. WDV ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്ന കാറാണ്. ഡിപ്രിസിയേഷന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നുമില്ല, സാധാരണ പോലെ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും, ഹോൾഡിംഗ് പീരീഡ് ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിരിക്കും. സോ ഇതിൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ബെൻസ് കാർ വിറ്റിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് 3 lakh. സോ ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 30 lakh. 30 lakh എന്ന് എഴുതി. ഓക്കെ, കാറ് പർച്ചേസ് ചെയ്ത 5 വർഷം മുന്നേ ആണ് 25. ഓക്കെ, ബട്ട് ഇവിടെ WDV തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് WDV വേണം മൈനസ് ചെയ്യാൻ. സോ ഇവിടുന്ന് WDV വേണം മൈനസ് ചെയ്യാൻ. ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ കേസിൽ ഇവിടുന്ന് WDV വേണം മൈനസ് ചെയ്യാൻ. സോ WDV മൈനസ്, ബിക്കോസ് നമുക്ക് ഡിപ്രിസിയേഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ WDV മൈനസ് ചെയ്യുക. WDV 10 lakh ആണ്. അപ്പോൾ 30 lakh നിന്ന് 10 lakh മൈനസ് ചെയ്താൽ 20 lakh ആയിരിക്കും നിങ്ങളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് തന്നെ എഴുതണം. ഓക്കെ, അടുത്തത് പ്ലാറ്റിനം നെക്ലേസ് ആണ്. പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത നെക്ലേസ് ആണ്. നെക്ലേസ് നമ്മുടെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന ഒരു സാധനമാണ്. പേഴ്സണൽ ഇഫക്റ്റ് ആണെങ്കിലും കൂടെ പേഴ്സണൽ മൂവബിൾ ഇഫക്റ്റിൽ ഇതൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്ത്? ജ്വല്ലറി. ഓക്കെ, സോ ജ്വല്ലറീൻ്റെ ട്രാൻസ്ഫർ ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ട്രാൻസ്ഫറും ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ വരും. റിസീവ്ഡ് ആസ് എ ഗിഫ്റ്റ് 1 year ബാക്ക് ഓൺ ദി ഒക്കേഷൻ ഓഫ് മാരേജ്. സോ മാരേജിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. കോസ്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് അറിയില്ല. സോ ഇത് നമ്മുടെ ഫിലിം ആർട്ടിസ്റ്റ് റാണിക്ക് ഇത് ഗിഫ്റ്റ് കിട്ടി. റാണി ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. സോ ഈ ട്രാൻസ്ഫർ ക്യാപിറ്റൽ ഗെയിൻ വരും. ഈ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ നിങ്ങളിവിടെ എഴുതണം. ഫുൾ വാല്യൂ കൺസിഡറേഷൻ 15 ലക്ഷം. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഹോൾഡിംഗ് പീരീഡ് നോക്കണം. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഗിഫ്റ്റ് കിട്ടിയ ഡേറ്റ് ഒന്നും പറയുന്നില്ല. 1 year ബാക്ക് എന്നാണ് പറഞ്ഞത്. 1 year ബാക്ക്. സോ പിന്നെ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ 1 year ബാക്ക് ആണ്. ഓക്കെ, നാവെല്ലാം കുഴഞ്ഞു പോകുന്നില്ലടാ. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ അൺനോൺ ആണ്. പ്രീവിയസ് ഓണറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇയാൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഇയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അൺനോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കണം. സോ ഇവിടെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ഗിഫ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 7 lakh. സോ 7 lakh വേണം ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കാൻ. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 ലക്ഷം. ഇത് എന്ത് ക്യാപിറ്റൽ ഗെയിൻ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അടുത്തത് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ബാംഗ്ലൂർ 60 lakh purchased in March 2006 for 20 lakh. Cost of inflation index 117. അവിടെ ഡേറ്റ് തന്നെ. അഗ്രികൾച്ചർ ലാൻഡ് ഇൻ റൂറൽ ഏരിയ ആയിരുന്നെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ അല്ലേ? നമ്മളെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. ബട്ട് ഇത് അർബൻ ഏരിയ ആണ്. സോ ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ സാധാരണ പോലെ നമ്മൾ ചെയ്യണം. സോ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2006 സോ നമ്മൾ സാധാരണ പോലെ ചെയ്യുക. ലോങ് ടേം ആണ്. സോ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ നല്ല സ്റ്റെപ്പൊക്കെ എഴുതണേ. ഫുൾ വാല്യൂ കൺസിഡറേഷൻ സ്റ്റെപ്പെല്ലാം നിങ്ങൾ ഇടുക. ഓക്കെ, സോ ദിസ് വൺ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ലോങ് ടേം ആണ്. എന്ത് കോസ്റ്റ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് എങ്ങനെയാണ് കാണുക? പർച്ചേസ് ചെയ്ത പ്രൈസ് എടുക്കുക 20 lakh. ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ്, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് നമ്മളെ 2021 2021 ഇൻഡെക്സേഷൻ എത്രയാ? കോസ്റ്റ് ഓഫ് ഇൻഡെക്സ് എത്രയാ? ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 301 ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൻ്റെ എഴുതി. ഇനി അക്യൂർ ചെയ്ത ഡേറ്റ് 2005-6 വരിക. സോ 5-6 ഇവിടെ തന്നിട്ടുണ്ട് 117. സോ ഡിവൈഡഡ് ബൈ 117 ചെയ്താൽ നിങ്ങൾക്ക് 51,45,299 കിട്ടും. സോ ഇത് ലെസ് ചെയ്താൽ പോസിറ്റീവ് ഫിഗറാണ് വരിക. സോ ദിസ് ഈസ് യുവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇനി അടുത്തത്
കാർഡമൺ പ്ലാന്റേഷൻ ഇൻ അതായത് വണ്ടൻമേടു ഇടുക്കി ഡിസ്ട്രിക്ട് 25 lakh പർച്ചേസ് 5 year ബാക്ക്. സോ ഇതൊരു റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് നോട്ട് ടാക്സബിൾ. ഓക്കെ. അടുത്തത് 6 ഫേമസ് പെയിൻറ്റിങ് 10 lakh rupeesൻ്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് 1 year ബാക്ക്. അതിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. പെയിൻറ്റിങ് പേഴ്സണൽ ഇഫക്റ്റ് ആണെങ്കിലും ഇതിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്യാപിറ്റൽ അസറ്റ് ആണ് എന്ത്? പെയിൻറ്റിങ്. സോ പെയിൻറ്റിങ് വിറ്റ് കിട്ടിയ പൈസ ഇവിടെ എഴുതുക. സോ ഇത് ഷോർട്ട് ടേം ആണ്, 1 year ബാക്ക് ആണ്. സോ ഇവിടെ 1 lakh എഴുതുക. അതിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുക. ഇവിടെ കോസ്റ്റ് അൺനോൺ ആണ്, അപ്പോൾ ആ ദിവസത്തെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് യുവർ ലോങ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അടുത്തത് സിൽവർ പ്ലേറ്റ്സ് യൂസ്ഡ് ഫോർ പൂജ 5,000 പർച്ചേസ് 2 year ബാക്ക് 2 lakh. ഓക്കെ. സോ ഇതും സെയിം തിങ് 2 year ബാക്ക് ആണ്. സോ ഷോർട്ട് ടേം തന്നെയാണ് വരിക, നമുക്ക് 36 month തന്നെ ഇവിടെ വരിക. സോ 5 lakh ഇവിടെ എഴുതി, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അടുത്തത് ഷെയർസ് ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് ഇത്ര പൈസേൻ്റെ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 20 for ₹10 lakh. സോ ഇവിടെ സെക്ഷൻ നമ്പർ 112 അങ്ങനെ ഒന്നും അപ്ലിക്കബിൾ ഒന്നുമല്ല. ഷെയർ പർച്ചേസ്ഡ് ആഫ്റ്റർ 1/4/2020 ആണ്. സോ എന്തെടുക്കണം? ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എടുത്ത് നോക്കിയാൽ മതി, ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ഇവിടെ സെയിൽ ചെയ്ത പൈസ തന്നിട്ടുണ്ട് 12,50,000 മൈനസ് പർച്ചേസ് ചെയ്ത പ്രൈസ് തന്നിട്ടുണ്ട് 10 lakh. സോ 10 lakh അപ്ലിക്കബിൾ ചെയ്യും. ഓക്കെ. സോ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. Okay, now illustration number 6. Mr. Divagar, capital gain the question നല്ല ക്ലിയർ ആയിട്ട് വായിക്കണം. ഇയറിന് വെരി ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇയർ ഒക്കെ വരുമ്പോൾ ഡേറ്റ് ഒക്കെ വരുമ്പോൾ കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഏത് അസറ്റാണ് വാങ്ങിച്ചത്, അതിന് വല്ല റിനോവേഷൻ ഉണ്ടോ, അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അതെപ്പോഴാണ് വിറ്റത്, വിറ്റ പൈസ എത്ര, വാങ്ങിയ പൈസ എത്ര, ഇമ്പ്രൂവ്മെൻ്റ് പൈസ എത്ര, ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ അക്വിസിഷൻ്റെ ഡേറ്റും കാര്യം ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. സോ വായിക്കുമ്പോൾ നല്ല വൃത്തിക്ക് വായിക്കാം. ദിവാകര പർച്ചേസ് ചെയ്തു ഒരു ലാൻഡ്. എപ്പോൾ? 1990. നമുക്കറിയാം, നമുക്ക് അസറ്റ് പർച്ചേസ്ഡ് ബിഫോർ 1/4/2001 പിന്നെ ആഫ്റ്റർ 1/4/2001 എന്ന് പറഞ്ഞിട്ട് 2 സ്ലാബ് തന്നെ ഉണ്ട്. സോ ഇവിടെ 1990 വന്നത്, അതായത് ഈലാ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലാൻഡ് ഇപ്പോൾ 1 ലക്ഷത്തിന് വാങ്ങിച്ച അതിൽ അയാൾ ഒരു ഹൗസ് പണിതു 12 ലക്ഷത്തിന്. സോ 12 + 1 13 ലക്ഷമാണ് അയാൾ വീടിന് വേണ്ടി ചിലവാക്കിയ പൈസ. സോ ഇതാണ് അയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇമീഡിയറ്റ്ലി ഹി സ്പെൻഡ് 3 lakh ടു മോഡിഫൈ ദി ഹൗസ്. അപ്പോൾ 1990 തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഇയാൾ 3 ലക്ഷം രൂപ COI കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ് ചെയ്തു വീട്. എപ്പോൾ? 1990 തന്നെ. മാർച്ച് 2001 ഇയാൾ 2 അഡീഷണൽ റൂംസ് ഈ വീടിനോട് ചേർന്നെടുത്തു. അതിനയാൾ 4 ലക്ഷം രൂപ ചിലവാക്കി. സോ ഇതും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഡേറ്റ് വന്നിരിക്കുന്നത് മാർച്ച് 2001. ഈ COIൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 1990. ഓൺ 2009 he again spent 8 lakh to remodel the house. Again ഇവിടെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് 8 lakh. ഡേറ്റ് April 2009. ഫൈനലി ഹി സോൾഡ് ദി ഹൗസ് ഓൺ April 2020. അപ്പോൾ ഇയാളുടെ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു അസസ്മെൻറ്റ് ഇയറിലാണ്. സോ 2021 ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. 90 lakh. സൗണ്ട് ഉണ്ടാക്കല്ലോ. 90 lakh. Find out the taxable capital gain for the financial year 2021 if the market value on 1/4/2001 is 30 lakh. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1/4/2001 മുന്നേ ഉള്ളതാണ്. സോ 1990 1990 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റിയൽ കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് ഓർ FMV, ഏത് ഡേറ്റിൻ്റെ FMV? 1/4/2001 FMV വിച്ച് എവർ ഈസ് ഹയർ വേണം എടുക്കാൻ. സോ ആക്ച്വൽ കോസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 13 ലക്ഷം. സോ 13 lakh വരും. ഫെയർ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ലക്ഷം. സോ വിച്ച് എവർ ഈസ് ഹയർ എടുക്കും. അപ്പോൾ ഏതാ ഹയർ?
3 lakh. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടി 30 lakh. ഇനി നമുക്ക് വേണ്ടത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് കേസിലാണെങ്കിൽ ഇതിന് മുന്നേയുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഒന്നും എടുക്കാൻ പാടില്ല. ബിഫോർ ഏപ്രിൽ 2001 മുന്നേ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1990 കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എടുക്കാൻ പാടില്ല. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എടുക്കാൻ പാടില്ല. പിന്നെ വരുന്ന കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മാർച്ച് 2001 ആണ്. നമുക്കിവിടെ 1/4/2001 ശേഷമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് മാർച്ചാണ്, അപ്പോൾ ഇതും എടുക്കാൻ പാടില്ല. സോ ഇവിടെ വന്നിരിക്കുന്ന പിന്നെ ഒന്ന് ഏപ്രിൽ 2009 കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്, അത് എടുക്കാം. ബിക്കോസ് അത് ആഫ്റ്റർ ഈ ഡേറ്റ് ആണ്. സോ അത് എത്രയാണ് വരുന്നത്? 8 ലക്ഷം. സോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 8 ലക്ഷം. പിന്നെ നമുക്ക് വേണ്ടത് സെയിൽ വാല്യൂ, അതായത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് 9 lakh. ഇനി വേണ്ടത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? അസറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കുക. അസറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ലോങ് ടേം ആണ്. 90 വാങ്ങിച്ചിട്ട് 2021 വിറ്റിരിക്കുന്നത്. സോ ലോങ് ടേം ആണ്, ഷോർട്ട് ടേം അല്ല. എന്നിട്ട് വേണം കണക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് എഴുതുക ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 21-22 അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 2021 എഴുതാം. എന്നിട്ട് ഇവിടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ കാണിക്കാം 90 lakh. എക്സ്പെൻസുകളൊന്നുമില്ല. സോ നമുക്ക് ലെസ് ചെയ്യാം. ഇൻഡെക്സ്ഡ് നിങ്ങൾ ഫുൾ എഴുതണേ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. സോ ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 3 lakh ആണ്. ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത ഇയറിൻ്റെ ഇൻഡെക്സ്. ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഇയർ 2021, അതിൻ്റെ ഇൻഡെക്സ് 301 ഡിവൈഡഡ് ബൈ ഏതിൻ്റെ ഇൻഡെക്സ് എടുക്കണം ഈ ഒരു കേസിലാണെങ്കിൽ? ഇവിടെ നമ്മൾ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത് 90 അപ്പോൾ നമുക്ക് 90ൻ്റെ ഇൻഡെക്സേഷൻ കിട്ടൂല. നമ്മളിവിടെ 2001-2002 ഇൻഡെക്സേഷൻ എടുക്കണം. 2001-2002 ഇൻഡെക്സേഷൻ ഇവിടെ 100 തന്നിട്ടുണ്ട്. സോ അതുകൂടെ എടുക്കണം. ഓക്കെ, ഇതിനേക്കാളും മുന്നേയുള്ള ഇൻഡെക്സേഷൻ നമ്മളെ കയ്യിലില്ല. സോ ഇങ്ങനെയുള്ള ഡേറ്റ് വരുമ്പോൾ നമ്മളൊരു ബേസ് ഡേറ്റ് ആയിട്ട് എടുക്കുക 1/4/2001. അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആണ്. സോ 100 ഇവിടെ എടുക്കണം. ഓക്കെ, സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 90,30,000 കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഇൻഡെക്സ് ചെയ്യണം. കോസ്റ്റ് 8 lakh ആണ്. ഇൻറ്റു മുകളിൽ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് തന്നെ, താഴെ ഇമ്പ്രൂവ് ചെയ്ത ഡേറ്റ്. ഇമ്പ്രൂവ് ചെയ്ത ഡേറ്റ് നമ്മൾ ഏപ്രിൽ 20 ആണ്. അപ്പോൾ 2021 വരിക. 2009 വരിക. അപ്പോൾ 2009-10 ഏപ്രിലല്ലേ തുടങ്ങുക. അപ്പോൾ 9 മാർച്ച് 10 വരെ. അപ്പോൾ 2009-10 142. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 142 വരും. സോ 16,27,027. സോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് എഴുതട്ടെ. സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 1,06,57,027 കിട്ടും. സോ ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കൂടുതൽ. സോ ഇവിടെ വരും ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 നോക്കാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മോഡൽ വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ഡേറ്റ് കാര്യമായിട്ട് നോക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ 4 ഫുൾ വാല്യൂ കൺസിഡറേഷൻ നോക്കണം, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ടോ നോക്കുക, പിന്നെ നമ്മൾ നോക്കുക COA കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടുപിടിക്കുക. എല്ലാത്തിൻ്റെ റൂളും ഇപ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കുക. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സേഷൻ വരുന്ന കേസാണോ നോക്കിയിട്ട് ഇൻഡെക്സേഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഗെയിനിൻ്റെ വേറൊരു പ്രോബ്ലം 2 ഉണ്ട്. അപ്പോൾ 2 ചെയ്യണം. സോ ഡേറ്റ് ഓഫ് പർച്ചേസ് വന്നിട്ടുണ്ട്. സോ പർച്ചേസിൻ്റെ ഡേറ്റ് എപ്പോഴും കമ്പാരിസൺ വരെ ഈ ഒരു ഡേറ്റിനോടാണ്. സോ ബിഫോർ ആണെങ്കിൽ 2 ഉണ്ട്, അതിൽ ഹയർ എടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളിത് എവിടെയും അതേപോലെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഹയർ എടുക്കണം. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. കോസ്റ്റ് ഓഫ് എഡീഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. സോ 1999 നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എഡീഷണൽ കൺസ്ട്രക്ഷൻ ഓൺ ഈ ഒരു ഡേറ്റിനുള്ള COI കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇത് വേണം. പ്രോപ്പർട്ടി സെല്ല് ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ട്, അതിനുള്ള എക്സ്പെൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ വാല്യൂ കൺസിഡറേഷനും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ്. സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. ഈ നെറ്റ് കൺസിഡറേഷന് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ മൈനസ് ചെയ്യണം. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ലോങ് ടേം ആണ്. ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 21. സോ ലോങ് ടേം ആണ്. സോ ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്രയാണെന്ന് അറിയണം. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ അറിയണമെങ്കിൽ അസറ്റ് വാങ്ങിച്ചത് ബിഫോർ ആണ്. സോ ഇതിൽ 2 ഹയർ. ഏതിൽ 2? കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇതിൽ ഏതാ ഹയർ?
3,80,000. അപ്പോൾ നിങ്ങളെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്രയാണ്? 3,80,000. ഇതിനെ ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 3,80,000 ഇൻറ്റു മുകളിൽ ട്രാൻസ്ഫർ ചെയ്ത ഇയറിൻ്റെ ഇൻഡെക്സ്, അതായത് 301 ഡിവൈഡഡ് ബൈ വാങ്ങിച്ച ഡേറ്റ് ഇതിന് മുന്നേ ആണ്. അപ്പോൾ ഏതിൻ്റെ ഇൻഡെക്സ് എടുക്കണം? 1, 2. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 വരും. സി, ഇതേപോലെ നിങ്ങൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ചെയ്യാം. ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് മുകളിൽ വരണം, ഡിവൈഡഡ് ബൈ ഇംപ്രൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് 13-14 അപ്പോൾ 13-14 220 ആണ്. സോ ഡിവൈഡഡ് ബൈ 220 ചെയ്യണം. ഇതേ സെയിം കേസ് ഹൗസ് നമ്പർ 2 നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഒന്നിക്കൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കിട്ടും. ഇവിടെ ചെയ്തു നോക്കിയാൽ ഹൗസ് നമ്പർ 1 ലോസും ഹൗസ് നമ്പർ 2 ഗെയിനും ആണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടെ സെറ്റ് ഓഫ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഇവിടെ ലോസ്, ഇതോ പ്രോഫിറ്റ്. സോ ഇത് രണ്ടും കൂടെ സെറ്റ് ഓഫ് ചെയ്ത് ഇപ്പോൾ ക്യാപിറ്റൽ ലോസ് എത്രയായി? 2,6,529. മൊത്തം ഇത്ര ലോസ് ഉണ്ടായിരുന്നു. ഹൗസ് നമ്പർ 2 ഗെയിൻ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ഇനി എത്ര ലോസാണ് ഇവിടെ കൂടുതൽ? ഇനി എത്ര ലോസ്? 2,06,529. ഓക്കെ. Now illustration number 8. Mr. Blair, a British citizen, resident and ordinary resident in India, had a house in Singapore, purchased in 1990 at a cost of rupees 2 lakh. Okay. In June 1998, Mr. Richard, son of Mr. Blair, റെസിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗോട്ട് ദ ഹൗസ് ആസ് എ വിൽ ഡ്യൂലി എക്സിക്യൂട്ടഡ്. വില്ല് പ്രകാരം ഈ ഹൗസ് ഇവന് കിട്ടി, റിച്ചാർഡിന്. ഓക്കെ. ഇൻ ഡിസംബർ 2005 റിച്ചാർഡ് റീമോഡ്യൂൾഡ് ചെയ്തു. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിലത്തെ തട്ടെടുത്തു. മീൻസ് ഫസ്റ്റ് ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്തു. സോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 2005 ആണ്. സോ 2001 ശേഷമാണ്. സോ ഇത് എടുക്കണം. ഇൻ ജാനുവരി 2021 ഈ റിച്ചാർഡ് ഈ ഹൗസ് വിറ്റു. ഫുൾ വാല്യൂ കൺസിഡറേഷൻ ഇതാണ്. അതിന് സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. പിന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ, ഈ ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇവിടെ ഗിഫ്റ്റിൻ്റെ ആ ഒരു സെക്ഷനാണ് ആപ്ലിക്കബിൾ. ഇവിടെ ശ്രദ്ധിച്ചോ, റിച്ചാർഡാണ് ഇവിടെ നമ്മുടെ SSE. റിച്ചാർഡാണ് നമ്മുടെ SSE. സോ നമ്മൾ ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എഴുതും. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ 75,40,000 ഹെഡിങ് കൊടുക്കണം. അതിൽ നിന്ന് നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യും. സെല്ലിംഗ് എക്സ്പെൻസ് 40,000 മൈനസ് ചെയ്യും. സോ 75 lakh ആണ് നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ. ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് എക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും മൈനസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ മൈനസ് ചെയ്യുമ്പം ഇത് ഇൻഡെക്സ് ചെയ്യണോ വേണ്ടിയോ നോക്കണം. യെസ്, ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സേഷൻ ഇപ്പം ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കേണ്ടത്. ഗിഫ്റ്റ് തന്ന പ്രീവിയസ് ഓണർ മിസ്റ്റർ ബ്ലാർ ഇതെപ്പം വാങ്ങിച്ച് 90. സോ 1990 മുതൽ ഇത് പോകുന്നവരെ, ഈ അസറ്റ് സെയിൽ ചെയ്യുന്നവരെ 21 വരെ, ആ ഒരു കാലയളവാണ് ഹോൾഡിംഗ് പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. എത്ര വർഷം ഹോൾഡ് ചെയ്തു എന്ന് അറിയാൻ, അല്ലാണ്ട് ഇത് മുതൽ ഇതുവരെയുള്ളതല്ല, ഇത് മുതൽ ഇതുവരെയുള്ളത്. ഓക്കെ. ബ്ലാറിൻ്റെ കയ്യിൽ എത്ര മുതൽ, പിന്നെ നമ്മുടെ റിച്ചാർഡ് അത് എപ്പോൾ വിറ്റു അതുവരെ നോക്കണം. സോ ഇത് ലോങ് ടേം ആണ്. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ വേണം. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ റിച്ചാർഡിന് ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ റിച്ചാർഡിന് ഫ്രീ ആയിട്ട് കിട്ടി. ഗിഫ്റ്റ് ആയതുകൊണ്ട് ആരുടെ പൈസ നോക്കുക? ബ്ലാർ. സോ ബ്ലാറിന് ഇത് എത്ര പൈസയൊക്കെ കിട്ടിയെന്ന് ഇവിടെ പറയുന്നുണ്ടോ? He had a house in Singapore, purchased in 90 at a cost of rupees 2 lakh. അപ്പോൾ ഇത് 2 lakh ആണ്. ബട്ട് ഇവിടെ എത്ര പർച്ചേസിങ് ഡേറ്റ് എപ്പോൾ? 1/4/2001 മുന്നേ. അപ്പം കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 2 lakh. ആ ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 15,20,000. വിച്ച് എവർ ഇസ് ഹയർ. ഏതാ ഹയർ? 15,20,000. സോ 15,20,000 ആയിരിക്കും കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. സോ മുകളിൽ വരിക ട്രാൻസ്ഫർ ഡേറ്റിൻ്റെ ഇൻഡെക്സേഷനും, താഴെ വരിക ഏത് ഡേറ്റ്? ഈ 1990 ആണ് ഇയാളെ പ്രീവിയസ് ഓണർ വാങ്ങിച്ചത്. അപ്പോൾ 1990 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെടുക്കും? 2001, 2002, അതായത് 100 ആണ് ഈ ഒരു പീരീഡിൻ്റെ. ഇതൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിനോട് തൊട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത് 2001, 2002ൻ്റെ ഇൻഡെക്സേഷൻ 100 ആണ്. സോ 100 എടുക്കണം. അല്ലാണ്ട് പോയിട്ട് ഈ ഒരു ഇയറിൻ്റെ ഇൻഡെക്സേഷൻ എടുക്കാൻ പാടില്ല. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കാൻ പാടില്ല. ഇത് ചെയ്താൽ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കിട്ടും ഇൻഡെക്സ് ചെയ്തത്. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇവിടെ 10 lakh ആണ്. സോ 10 lakh എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് എപ്പോഴാണ് ഇത് ചെയ്തത്? 2005-06 ഡിസംബറിലാണ്. അപ്പോൾ 5 to മാർച്ച് വരെ. അപ്പോൾ 2006. സോ 117 വരും. സോ 117 ഇത് ചെയ്താൽ ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കിട്ടും.
രണ്ടും കൂടെ മൈനസ് ചെയ്യുക, യു വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇൻഡെക്സ്ഡ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് പ്രീവിയസ് ഓണർ അക്യൂർ ചെയ്തത് മുതൽ നിങ്ങൾ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് എടുക്കണം, അല്ലാണ്ട് ഇത് മുതലല്ല. ഓക്കെ, തിയറി പാർട്ടിലും പറഞ്ഞു. ഇത് ഏത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ എടുക്കുന്ന? മഞ്ജുള ജെ ഷാ. ഓക്കെ, നൗ ഇല്ലുസ്ട്രേഷൻ നമ്പർ 9. ഓക്കെ, നമുക്ക് സിറ്റിസൺഷിപ്പ് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ബ്രിട്ടീഷ് സിറ്റിസൺ. നമുക്ക് റെസിഡൻ്റ് ആണോ എന്നുള്ളതേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ കേട്ടോ. എനിവേ, ഇത്രക്കാരൻ നിങ്ങളെ ചുറ്റിക്കൂല നമുക്ക് വിചാരിക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 9. മിസ്റ്റർ ജവഹർ പർച്ചേസ് 200 ഇക്വിറ്റി ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്. സോ ഇക്വിറ്റി ഷെയർ ആണ്. സെക്ഷൻസ് ഓർമ്മിക്കുക. ഇക്വിറ്റി ഷെയർ ആകുമ്പോൾ എപ്പോഴും സെക്ഷൻ നമ്പർ 112 ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സോ 200 ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ഡേറ്റ് 1/4/2003. ഓക്കെ, സോ ഇത് ബിഫോർ 1/2/18 ആണോ? ആണ്. സോ ഇറ്റ് ഈസ് പർച്ചേസ് ബിഫോർ 1st February 2018 അറ്റ് എ കോസ്റ്റ് ഓഫ് ₹60 പെർ ഷെയർ. സോ 200 × 60 ആണ് വാങ്ങിച്ച പൈസ. അഗെയിൻ 2007-8 അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 100 ബോണസ് ഷെയർ ഫ്രം ദ കമ്പനി. ബോണസ് ഷെയർ കിട്ടിയിട്ടുണ്ട്. ബോണസ് ഷെയറിനും സെക്ഷൻ നമ്പർ 112 അപ്ലിക്കബിൾ ആണ്. ഇൻ അഡീഷൻ ഹി ഒബ്റ്റെയിൻ 800 റൈറ്റ് ഷെയർ. റൈറ്റ് ഷെയർ കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം പ്രൈസ് ഇൻ ഡിസംബർ 2012. During the year 2021, he sold the entire share at the rate of 430 per share. So, ഇത് മൊത്തത്തിൽ ഇയാൾ എത്ര പൈസക്ക് വിറ്റിട്ടുണ്ട്? 430 രൂപക്ക് ഇയാൾ മുഴുവൻ ഷെയറും വിറ്റിട്ടുണ്ട്. Compute the capital gain to be included in the total income under section 112A, assuming that brokerage and selling expense were 5,000. So, selling expense ഇവിടെയുണ്ട്, ബ്രോക്കറേജ് ഒക്കെ അലൗഡ് ആണ്. സോ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഓൺ 1/4/2001 80 പെർ ഷെയർ ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ഓൺ 31/1/2018 320 ആണ്. ഇൻഫ്ലേഷൻ ഇൻഡെക്സുകൾ കുറേ വർഷത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. ഓക്കെ, സി ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോളാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 9 സെക്ഷൻ 112A. ബിഫോർ ആണ് പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചിട്ടുണ്ട് 60 രൂപക്ക്. ബോണസ് ഷെയർ ഉണ്ട് 100 ബോണസ് ഷെയർ. പൈസ തന്നിട്ടില്ല, അപ്പം നമ്മൾ എത്ര തന്നെ എടുക്കണം? 60. ഇനി നമ്മളോട് പറയുന്നത് 800 റൈറ്റ് ഷെയർ ഉണ്ട്. ഈ റൈറ്റ് ഷെയർ സ്വതവേ വില കുറച്ചിട്ടേ കൊടുക്കുക. ബട്ട് ഇവിടെ ഇതേ പൈസക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ റൈറ്റ് ഷെയർ ആയിട്ടും വേറൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇതുമല്ല എന്തിൽ അപ്ലിക്കബിൾ ആണോ? സെക്ഷൻ നമ്പർ 112A, ബിക്കോസ് ദിസ് ഈസ് ഓൾസോ ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, റൈറ്റ് ഷെയർ ആണെങ്കിലും കിട്ടിയിരിക്കുന്നത് എന്താ? ഇക്വിറ്റി ഷെയർ, ബിക്കോസ് സെയിം ഷെയർ സെയിം പ്രൈസിന് കൊടുത്തിട്ടുണ്ട്. സോ സെക്ഷൻ നമ്പർ 112A അപ്ലിക്കബിൾ ടു ഓൾ ദീസ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ 1100 ഷെയർ ഉണ്ട് അയാളുടെ കയ്യിൽ. ഒരു ഷെയറിൻ്റെ വില 60 രൂപ. സോ ടോട്ടൽ 66,000 ഷെയർ ആണ് അയാളുടെ കയ്യിൽ ഉള്ളത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി സെയിൽ നടത്തിയിരിക്കുന്നത് മുഴുവനും സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 1100 ഷെയർ സെയിൽ ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്തിരിക്കുന്ന പൈസ 430 പെർ ഷെയർ. സോ സെയിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാല്യൂ കാണും. സോ 4,73,000 ആണ് നമ്മുടെ സെയിൽ കൺസിഡറേഷൻ. പിന്നെ നമുക്ക് ബ്രോക്കറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കറേജ് നമുക്ക് സെയിൽ വാല്യൂ ഒന്ന് ലെസ് ചെയ്യാൻ പറ്റും. ബ്രോക്കറേജ് 5,000. സോ ഇതിൽ നിന്ന് നമ്മൾ 5,000 ലെസ് ചെയ്താൽ നമുക്ക് 42,300 നെറ്റ് കൺസിഡറേഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണ്. കോസ്റ്റ് ഓഫ് എക്വിസിഷനിൽ ഈ ഒരു ഡേറ്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഡേറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 66,000. രണ്ടാമത് വരുന്നത് FMV ഓൺ 31st January 2018, ദാറ്റ് ഈസ് 320 പറയുന്നത്. അപ്പം 1100 × 320. ഓക്കെ, പിന്നെയോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അതെത്രയാ? 4,700. ഇതിൽ ലോവർ ഏതാണ് നോക്കേണ്ടത്? 47,300. സോ 320 × 110 ചെയ്താൽ 3,5,2,1,2,3 3 വരും അല്ലേ? ഇത് കിട്ടും.
ഓക്കെ. സോ ഇതിൽ വിച്ച് എവർ ഇസ് ലോവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് പോയിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ. ഇതിൽ ഏതാ ലോവർ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 0 കൂടി ഉണ്ട്, ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. ഓക്കെ, ഒന്ന് സോറി. അപ്പോൾ ഇതിലേതാ ലോവർ എന്ന് ചോദിച്ചാൽ 3,52,000 ആണ്. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. 3,52,000 ആൻഡ് 66, വിച്ച് എവർ ഇസ് ഹയർ. സോ ഏതെടുക്കണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3,52,000. ഇവിടെ എന്നോടൊരു 0 പറഞ്ഞു പോയിട്ടുണ്ട്. 3,52,000. സോ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ 3,52,000 വരും. ഇൻഡെക്സേഷൻ വേണം. ഇൻഡെക്സേഷനുള്ള കേസിൽ ഇത് വരുള്ളൂ. ഇൻഡെക്സേഷൻ വേണം. സോ ഇൻഡെക്സേഷനിൽ വരുമ്പം ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്തത്? നമ്മുടെ 301 ഡിവൈഡഡ് ബൈ ഇവിടെ എടുക്കേണ്ട ഡേറ്റ് എപ്പോഴാണ്? എവിടെ പറടാ, ഇവിടെ എടുക്കേണ്ട ഡേറ്റ് എപ്പോഴാ? പറ വൈ? ആയിരിക്കെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വേണം, പ്രോബ്ലം ഉണ്ടായിരിക്കണം. ബിക്കോസ് ദിസ് ഇസ് സെക്ഷൻ നമ്പർ 112A. ഇവിടെ എന്ത് ഇൻഡെക്സേഷൻ? നോ ഇൻഡെക്സേഷൻ ഇവൻ ദോ ഇത് എന്താണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സോ ഇവിടെ ഇൻഡെക്സേഷൻ എഴുതാൻ പാടില്ല. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നിങ്ങൾ വൃത്തി ചെയ്തേക്കണേ. 3,52,000 വരും. സോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,16,000 ആയിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇതിൽ നിന്ന് നമുക്ക് 1 lakh വരെ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. സോ 16,000 ആയിരിക്കും നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സബിൾ വാല്യൂ. ഇതിൻ്റെ 10% ആയിരിക്കും ടാക്സ് റേറ്റ്. സി ഇൻഡെക്സേഷൻ്റെ മറക്കരുതേ മക്കളെ. സോ ഇതെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവട്ടെ. തെറ്റിപ്പോയി. സോ മനസ്സിലുണ്ടാണ് സെക്ഷൻ നമ്പർ 112A. ഇവൻ ദോ ഇറ്റ് ഈസ് ലോങ് ടേം, നോ ഇൻഡെക്സേഷൻ. ഓക്കെ. സോ നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 10. കറണ്ട് ഇല്ല. സോ കർട്ടൻ ഇങ്ങോട്ടാക്കുമ്പോൾ ഭയങ്കര വെയിലടിക്കുന്ന പോലെ. സോ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 10. ക്വസ്റ്റ്യനാ നല്ല ഈസിയിൽ കാണാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ എന്താണെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ജമീൽ താനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഏതെങ്കിലും ഒരു ഏച്ചിമാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മേനെയോ ആൻറ്റീനെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടങ്ങുക. ഓക്കെ. ജമീല എന്ന് പറഞ്ഞ ഒരാൾ ആളുടെ ജ്വല്ലറി വിറ്റു. ജ്വല്ലറി ആണ്, പേഴ്സണൽ ആണ്, ഇമ്മൂവബിൾ ആണെങ്കിലും അത് ക്യാപിറ്റൽ അസറ്റിൽ പെടുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജമീല ജ്വല്ലറി വിറ്റിട്ടുണ്ട്. ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ജ്വല്ലറി വിറ്റു. കല്യാണത്തിനോ എങ്ങനെയെങ്കിലും കിട്ടിയ ജ്വല്ലറി 20 lakhന് വിറ്റു. വിറ്റ പൈസ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ജ്വല്ലറി വിറ്റ പൈസ. അപ്പോൾ നമുക്കിതിവിടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതേ ദിവസം തന്നെ വേറെ ജ്വല്ലറി അവർ പർച്ചേസ് ചെയ്തു. ഓക്കെ, വേറെ ജ്വല്ലറി പർച്ചേസ് ചെയ്തു. അപ്പോൾ പുതിയ മോഡൽ മാറ്റിയെടുത്തതാവാനാണ് സാധ്യത കേട്ടോ. അപ്പം ഈ പൈസയും പ്ലസ് 2 lakh ആൻഡ് ബോറോയിങ് ഫ്രം ഹെർ ഹസ്ബൻഡ് 3 lakh ഫ്രം ഹെർ ഹസ്ബൻഡ്. ഒക്കെ 3 ലക്ഷം ഹസ്ബൻഡിനടുത്ത് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു 3 ലക്ഷം അടിച്ചു മാറ്റി ഇത് വിറ്റ പൈസയും ഇതും എടുത്തിട്ട് വീണ്ടും പുതിയൊരു ജ്വല്ലറി വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. സോ ന്യൂ ജ്വല്ലറി. അടുത്തത് ഓക്കെ. പാർട്ട് ഓഫ് ദി ജ്വല്ലറി സോൾഡ് വാസ് ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് ഹർ മാരേജ്. ഈ വിറ്റതിൽ ഇത് വിറ്റ പൈസയാണ്. ബട്ട് വിറ്റതിൽ കുറേ പകുതി ജ്വല്ലറി ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു മാരേജിന്. അതും 1990 കല്യാണം കഴിഞ്ഞ്. സോ ആ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പം 1990 വരുമ്പോൾ തന്നെ അവിടെ 1/4/2001 മുമ്പേ ആണ്. സോ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇതിലേതാണോ ഹയർ അതെടുക്കണം. അല്ലെങ്കിൽ നോക്കാം, ഗിഫ്റ്റിൻ്റെ കേസാണ്. സോ നമുക്ക് നോക്കാം ഇതിലെന്തോ സംഭവം ഇവിടെ ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം കല്യാണത്തിന് കിട്ടിയെന്ന് എടുത്തിട്ട് വിറ്റിട്ടുണ്ട് പകുതി. ഈ വിറ്റതിൽ പകുതി കല്യാണത്തിന് കിട്ടിയതാണ്. കല്യാണത്തിന് കിട്ടിയതിൻ്റെ 2001 വാല്യൂ, ഫെയർ മാർക്കറ്റ് വാല്യൂ 2,50,000 ആണെന്ന് തന്നിട്ടുമുണ്ട്. സോ FMV ഇവിടെ തന്നിട്ടുണ്ട് 2,50,000. ഓക്കെ. ബട്ട് ആ ഗിഫ്റ്റ് കൊടുത്ത ആൾ വാങ്ങിയ പ്രീവിയസ് ഓണറിൻ്റെ പൈസ ഇവിടെ തന്നിട്ടില്ല. ഇപ്പോൾ അവൾ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തിയാന്ന് വെച്ചോ. അപ്പോൾ അച്ഛൻ എത്ര പൈസയൊക്കെ വാങ്ങിയെന്ന് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ എന്താ എടുക്കണ്ടേ? അച്ഛൻ വാങ്ങിയ ഡേറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ. അച്ഛൻ വാങ്ങിയത് 1990 അപ്പോൾ 1990 നമ്മൾ എടുക്കൂല. നമ്മൾ ഏതിൻ്റെ മാർക്കറ്റ് വാല്യൂ എടുക്കും? ഈ ഡേറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ. സോ 2,50,000 ആണ് ഗിഫ്റ്റ് കിട്ടിയ ഗോൾഡിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൽ പകുതി 2,50,000 ആ സമയം കിട്ടിയ സാധനവും കൂടെ ഇവൾ ഈ സമയത്ത് ഇവിടെ വിറ്റിട്ടുണ്ട്. ഓക്കെ. ആൻഡ് റിമൈനിങ് വർ പർച്ചേസ് ഫ്രം ഹർ സേവിങ്. ബാക്കി ഗോൾഡ് അവളുടെ സേവിങ് ഉപയോഗിച്ച് വാങ്ങിച്ചത്. ആൻഡ് റിമൈനിങ് വാസ് പർച്ചേസ് ഫ്രം ഹർ സേവിങ്. അത് തന്നിട്ടുണ്ട്
2,50,000 കാര്യം കഴിഞ്ഞാൽ പിന്നെ അവൾ പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം അവളുടെ സേവിങ് വെച്ചിട്ട് അവൾ വാങ്ങിച്ചിരിക്കുന്നത് 2006 1 ലക്ഷം 2007 വാങ്ങിച്ചിട്ടുണ്ട്. സോ മൊത്തം ഇവൾ വാങ്ങിച്ച ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ഗിഫ്റ്റ് പ്ലസ് 2 ലക്ഷം അവളുടെ സേവിങ് പ്ലസ് 1 lakh അവളുടെ സേവിങ്. സോ ടോട്ടൽ ഇവൾ 5,50,000 ഗോൾഡാണ് ഇവളുടെ കയ്യിലുണ്ടായിരുന്നത് അല്ലേ. ജമീലയുടെ കയ്യിൽ 5,50,000 ഗോൾഡാണ് ഉണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് ഗോൾഡിന് വില കുറവല്ലോടോ. അപ്പം 5,50,000 രൂപ വിലയുള്ള ഗോൾഡാണ് അവളിപ്പോൾ എത്ര പൈസക്ക് വിറ്റത്? 20 ലക്ഷം റുപ്യക്ക് വിറ്റത്. ഓക്കെ, ഫുൾ ഡയമണ്ട് ആയിരിക്കും അല്ലേ? ആയിരിക്കാം, മേ ബി. ഡയമണ്ടിന് വിലയില്ലെന്ന് തോന്നുന്നല്ലേ, നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ. ഓക്കെ, 5,50,000. സോ ഇതാണ് ഇവൾ 20 lakhന് വിറ്റത്. ഇതുവരെ ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നു ആയിക്കോളെ. ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ലോങ് ടേം ആണ്. സോ ഇവിടെ ഇൻഡെക്സേഷൻ ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ മാത്രമേ ഉള്ളൂ, ഇൻഡെക്സേഷൻ ചെയ്യണം. കോസ്റ്റ് ഓഫ് എക്വിസിഷന് പലതിനും പല ഡേറ്റ് ആണ്. അപ്പോൾ ഇൻഡെക്സേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇൻഡെക്സേഷൻ ഇവിടെ നമ്മൾ ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇവിടെ 2 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 ഇയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇയർ വെരി ഇമ്പോർട്ടൻ്റ്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത ഇയർ വരുമ്പം ഇവിടെ വാങ്ങിയ ഇയറിൻ്റെ എന്തെടുക്കണം? വാങ്ങിയ ഇയറിൻ്റെ കോസ്റ്റ് ഇൻഡെക്സ് എടുക്കണം. അപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് പലതും പല ഡേറ്റിനാണ്. അപ്പോൾ 3ഉം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യുവാണ്. ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ഇൻഫ്ലേഷൻ ചെയ്യുവാണ്, ഇൻഡെക്സേഷൻ ചെയ്യുവാണ്. സോ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 301 വരും. ഡിവൈഡഡ് ബൈ ഡേറ്റ് ഇവിടെ 1990 ആണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2001-2 റേറ്റ് എടുക്കും, 100. ഇത് ചെയ്യും. ഇനി അടുത്തത് എനിക്ക് ഇതിൻ്റെ ഇൻഡെക്സേഷനാണ് കാണേണ്ടത്. സോ 2 lakh. അടുത്തത് 2 lakhൻ്റെ ആണ്. ട്രാൻസ്ഫർ ചെയ്തത് 301 തന്നെ. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് 2006 ആണ്. അപ്പം 2006-7 ഇൻഡെക്സേഷൻ ഇവിടെ തന്നിട്ടുണ്ട് 112. സോ ഡിവൈഡഡ് ബൈ 122. ഇത് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ഈ 1 lakhൻ്റെ ആണ്. സോ ഹിയർ 1 lakhൻ്റെ ചെയ്യുക. 301 ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പം 7 8 129. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സേഷൻ കിട്ടും. പിന്നെ എന്ത് ചെയ്താൽ മതി? 2 കൂടെ മൈനസ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഓക്കെ, ജമീല ഗോൾഡ് വിറ്റിട്ട് നമ്മൾ എത്ര കണക്ക് ചെയ്ത്. സോ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗോൾഡ് വിൽക്കാൻ പോകുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഇതൊന്നും വലിയ ചെറിയ കളിയൊന്നുമല്ല, ഭയങ്കര സംഭവമാണ്. സോ ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇവിടെ എന്തിനാണ് ഇത് തന്നത് എന്നുണ്ടാവും അല്ലേ? ഇത് വിറ്റ് പുതിയ ജ്വല്ലറി വാങ്ങിച്ച് നമ്മൾ കുറച്ച് അങ്ങോട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന എക്സംഷൻസ് പഠിക്കും. അതായത് താമസിക്കുന്ന ബിൽഡിങ് വിറ്റ് വേറെ ബിൽഡിങ് വാങ്ങിച്ചാൽ നമുക്ക് എക്സംഷൻ, അങ്ങനെ പറയുന്ന കുറേ സാധനങ്ങൾ പഠിക്കും. അവിടെ ഇതില്ല. ജ്വല്ലറി വിറ്റ് ജ്വല്ലറി വാങ്ങിയ എക്സംഷൻ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഇതിവിടെ തന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഈ സാധനത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ല. ഓക്കെ, the cost of new jewelry purchase is not deductible. Okay, next, Devi gifted 400 grams of gold ornaments and a car to her daughter Komal. Okay, gift ചെയ്തതാണ് അമ്മ മകൾക്ക് on the occasion of marriage. ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടാക്സിബിലിറ്റി സെക്ഷൻ നമ്പർ 56 ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ വേറെ പഠിക്കുക. ഇവിടെ ഞാൻ ഗിഫ്റ്റ് കിട്ടിയ സാധനം ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. She purchased the jewelry in 1970 at the rate of 150 per gram. So ദേവി വാങ്ങിച്ച പൈസ തന്നതിന് 70ലാണ് വാങ്ങിച്ചത്. സോ 70 വാങ്ങിക്കുമ്പോൾ നമ്മൾ വീണ്ടും 1/4/2001 മനസ്സിലിട്ട് ധ്യാനിച്ചു. ആൻഡ് കാർ ഫോർ ₹3 lakh, ദാറ്റ് ഓൾസോ 1/4/2001 ബിഫോർ ആണ്. കോമൽ സോൾഡ് ഹാഫ് ഓഫ് ദ ഓർണമെന്റ്സ് ഇൻ June 2020 at the rate of 4,000 per gram and purchased a plot of land using the amount. Okay, എന്നിട്ട് അവർ വേറൊരു പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻ January 2001 കോമൽ സ്പെൻഡ് 50,000 ഫോർ മേജർ റിപ്പയർ ഓഫ് ദ കാർ. കാറിൻ്റെ റിപ്പയറിങ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആൻഡ് സോൾഡ് ദി കാർ ഫോർ ₹1,50,000. പിന്നെ പർച്ചേസ് ചെയ്ത് പുതിയ കാർ. ഓക്കെ, compute capital gain and tax payable on capital gain assuming that market value of the gold on 1/4/2001 was 800 per gram. So ഈ വാല്യൂ തന്നിട്ടുണ്ട്. Komal has other income exceeding non taxable limit.
കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ സാധാരണ വീട്ടിൽ അമ്മ മോൾക്ക് അമ്മമാർക്കാരും ഗോൾഡായിട്ട് തന്നതിനോട് നിങ്ങൾക്കെല്ലാം തരുമായിരിക്കുമല്ലടാ. ഓക്കെ, എനിവേ നത്തിങ് ടു ഡു വിത്ത് ഗോൾഡ് അല്ലടാ, ഇതെല്ലാം കിട്ടിയിട്ട് എന്താക്കാനാ. ഓക്കെ, ദേവി ഗിഫ്റ്റഡ് വിറ്റിട്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് എടുക്കാം. ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യാം അല്ലേ. എനിവേ ജസ്റ്റ് കിഡിങ്. സോ ദേവി ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഓർണമെൻറ്റ്സ് ആണ്, 2 കാറാണ്. കാർ പേഴ്സണൽ യൂസ് ആണ്. സോ കാർ എന്ത് അസറ്റ് അല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല, പേഴ്സണൽ മൂവബിൾ ഇഫക്റ്റ് ആണ്. സോ നോട്ട് എ പേഴ്സണൽ അസറ്റ്. സോ ഇത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനകത്ത് വരൂല. അപ്പോൾ നമ്മളിവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി, ഓർണമെൻറ്റ്സിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ 400 ഗ്രാം ഓഫ് ഓർണമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർണമെൻറ്റ്സ് 400 ഗ്രാം. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വില ഇവിടെ തന്നിട്ടുണ്ട് 150. ബട്ട് 1970 വാങ്ങിച്ച. സോ മാർക്കറ്റ് വാല്യൂ നോക്കണം 800. സോ ഇതാണ് കൂടുതൽ വരുന്നത്. സോ ഇൻറ്റു 800 ഇതായിരിക്കും കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ഓക്കെ, എക്വിസിഷൻ കിട്ടിയിട്ടുണ്ട്. പർച്ചേസ്. ഓക്കെ, കാറിൻ്റെ കാര്യം നമ്മൾ ചെയ്യേണ്ട. ഓർണമെൻറ്റ്സ് ഇവൾ 2020 വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പം പകുതിയാണ് വിറ്റിരിക്കുന്നത്. ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ 400 ഗ്രാമിൽ 200 ഗ്രാം വിറ്റിട്ടുണ്ട്. സോ അതിൻ്റെ പൈസ ഇവിടെ തന്നിട്ടുണ്ട് 4000 രൂപ പെർ ഗ്രാമിന്. 800 രൂപയ്ക്ക് വാങ്ങിച്ച 4000 രൂപയ്ക്ക് എൻ്റെ അമ്മേ അല്ലടാ. 8 lakh. ഓക്കെ, 8 lakh. സോ 8 lakh ആണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ വരുന്നത്. സോ വേറെ എക്സ്പെൻസും വേറെ ഒന്നുമില്ല. പിന്നെ ഇത് കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. കാറ് നമുക്കൊന്നും ചെയ്യാനില്ല, തെറ്റിക്കാൻ വേണ്ടി തന്നത് അവിടെ കാറ്. നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് അറിയുമെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. ഈ ഒരു കണക്ക് വന്നിട്ട് നിങ്ങൾ കാറിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം അവർക്ക് അറിയുന്നത് നിങ്ങൾക്ക് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നും അറിയില്ല, അതിൻ്റെ ഡെഫിനീഷനും അറിയില്ല, ഈ കണക്ക് ചെയ്യാനും അറിയില്ല. 3 കാര്യമാണ് മനസ്സിലായി. അവർ ഫുൾ കുത്തി സ്ട്രൈക്ക് ചെയ്ത് അരമാർക്കാറ്റ് ഇട്ടേരുമായിരിക്കും കേട്ടോ, സഹതാപം തോന്നിയിട്ട്. ഫുൾ വാല്യൂ കൺസിഡറേഷൻ കിട്ടി. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എടുത്തു. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ചെയ്യുമ്പോൾ വിറ്റതിൻ്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ 400 ഗ്രാം വാങ്ങിയിട്ടുണ്ട്, ഫുൾ വിറ്റിനാ ഇല്ല. എത്രയേ വിറ്റിട്ടുള്ളൂ? 200 ഗ്രാം. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്രയാണ്? 200 ഇൻറ്റു 800. സോ 200 ഇൻറ്റു 800 ചെയ്യണം. 1,60,000 കിട്ടും. 2, 3, 4. ഓക്കെ, ഫുൾ വിൽക്കാത്തതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനും അത്ര കണ്ട് കുറക്കണം. ഇവിടെ 400 ഗ്രാമിൻ്റെ ഞാനിവിടെ എഴുതി. ഇവിടെ എത്രയേ വിറ്റിട്ടുള്ളൂ? 200 ഗ്രാം. സോ 200 ഇൻറ്റു 800 വരും. ദാറ്റ് ഈസ് 1,60,000. ഇതിനെ ഇൻഡെക്സ് ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 20. സോ 2021. ദാറ്റ് ഈസ് 301 ഡിവൈഡഡ് ബൈ ഇവിടെ 1970 കാര്യം വരുന്നത്. അപ്പം നമ്മൾ ഏത് ഡേറ്റ് എടുക്കണം? 100. 2001, 2002 എടുക്കണം. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4,81,600. ഇത് രണ്ടും കൂടെ ലെസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 318,400. ദാറ്റ് ഈസ് യുവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ടാക്സ് റേറ്റ് 20% ആണ് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 20% കാണാം. അതിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും കാൽക്കുലേഷൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ആദ്യം 3,18,400 ആണ് നിങ്ങളെ ക്യാപിറ്റൽ ഗെയിൻ. ഇതിൻ്റെ 20% കാണാം. ഇതിൻ്റെ 20% ചെയ്താൽ 63,680 ആയിരിക്കും കിട്ടുക. ഓക്കെ, 4% HEC എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇതിൻ്റെ 4% ആണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാട്ടെ. 63,680 കൊണ്ട് 4% 2547.2 വരും. അത് ഞാൻ ചെയ്യുന്നില്ല. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 63,680 പ്ലസ് 2547. ഇത് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതിൻ്റെ കൊണ്ടുപോയിട്ട് 24% ഒന്നും എഴുതിയേക്കരുത്. ഇത് കാണാം, ഇതിൻ്റെ 4%. ടാക്സിൻ്റെ 4% ആയിരിക്കും സെസ് വരാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ